വേദജ്ഞാനത്തിന്റെ പവിത്രമായ അഗ്നികൾ മങ്ങുകയും പരമ്പരാഗത യാഗങ്ങളുടെ ആചാരങ്ങൾ മറക്കുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കുംഭമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിന് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് നിന്ന് ഒരു ഇതിഹാസം പിറവികൊണ്ടു. മേഴത്തോൾ ബ്രഹ്മദത്തൻ അഗ്നിഹോത്രി, മഹാനായ പണ്ഡിതൻ വരരുചിയുടെയും പത്നിയുടെയും പറയപ്പെട്ട പന്തീരുകുലത്തിലെ ആദ്യജാതൻ. വേമഞ്ചേരി മനയിലെ ദമ്പതികൾ നിളയുടെ തീരത്ത് നിന്ന് ആ പിഞ്ചുകുഞ്ഞിനെ അവരുടെ കുട്ടിയായി വളർത്തി. വേദജ്ഞാനത്തിന്റെ ജ്വാലയെ വീണ്ടും ജ്വലിപ്പിക്കാനും കേരളത്തിന്റെ സംസ്കാര പാരമ്പര്യങ്ങൾ പുനർനിർമ്മിക്കാനും വിധിക്കപ്പെട്ട മഹത് വ്യക്തി. തൃത്താല മഹാശിവക്ഷേത്രം മേഴത്തൂർ അഗ്നിഹോത്രി പ്രതിഷ്ഠിച്ചാണ് തൃത്താല ശിവക്ഷേത്രം. പറയപ്പെട്ട പന്തിരുകുലത്തിലെ ആദ്യ ജാതനായിട്ടുള്ള അഗ്നിഹോത്രി അമ്മയുടെ ഒപ്പം പുഴയിൽ കുളിക്കാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടീനെ ആദ്യം കുളിച്ച് കരയിൽ ഇരുത്തി അമ്മ തുണികൾ തിരുമ്പി കുളിക്കാനുള്ള സമയത്ത് കുട്ടി ആ നനഞ്ഞ മണൽ, ആ പുഴയിലെ പഞ്ചാരമണൽ അങ്ങനെ വാരി വാരി കൂട്ടി ഇങ്ങനെ കൂമ്പാരാക്കി മാറ്റി. ആ കൂമ്പാരാക്കി ആ സാധാരണ പഴയ കാലത്ത് സ്ത്രീകൾ താളി തേക്കാൻ വേണ്ടിയിട്ട് കിണ്ണം കൊണ്ടുപോകും, ഓട്ടിക്കിണ്ണം കൊണ്ടുപോകും. ആ ഓട്ടിക്കിണ്ണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഓട്ടിക്കിണ്ണത്തിലാണ് ഈ മണ്ണ് ഇങ്ങനെ മണൽ, നല്ല പഞ്ചാരമണൽ അതിലിട്ട് കൂമ്പാരാക്കി നനഞ്ഞ മണലാവുകൊണ്ട് അതിങ്ങനെ നല്ല ഇതായിട്ട് വന്നു. അങ്ങനെ കൂട്ടി കൂട്ടി വന്ന് ഒരു രൂപം ഇങ്ങനെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അമ്മയുടെ കുളി കഴിഞ്ഞു. അമ്മ പറഞ്ഞു, കുട്ടി നമുക്ക് പോവാ, ആ കിണ്ണെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത വായിക്ക് ഈ കുട്ടി പറഞ്ഞു, അമ്മ ഈ കിണ്ണെടുക്കാൻ പറ്റില്ല, ഇതിൻ്റെ താലത്തിലപ്പനാണ്, അതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. അമ്മ പറഞ്ഞു, എൻ്റെ താലത്തിലപ്പൻ എന്ന് പറഞ്ഞാൽ ആ കിണ്ണങ്ങട് പിടിച്ച് വലിക്കുകയാണ്. ആ കിണ്ണെടുത്ത് പിടിച്ച് വലിച്ചപ്പോൾ വടക്കോട്ട് കുറച്ച് ചെരിഞ്ഞു എന്നല്ല, അതിൻ്റെ ആ കിണ്ണെടുക്കാൻ കിട്ടിയില്ല. അപ്പോൾ അമ്മയ്ക്ക് ബേജാറായി, വല്ലാത്ത വിഷമമായി, ഇതെന്തെങ്ങനെ സംഭവിച്ചതിന്. അങ്ങനെ ഓടിപ്പോയിട്ട് അമ്മ മനക്കിൽ പോവുകയാണ്. അങ്ങനെ മനക്കിൽ പോയി അച്ഛനോട് പറയുകയാണ്. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ കുറച്ച് ആധികാരികമായിട്ട് ഒക്കെ അറിയുന്ന ആളാണ്. അപ്പോൾ എന്തേ അങ്ങനെ വരാൻ തോന്നിയപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ദർശനം, ശിവൻ്റെ ശക്തി അവിടെ വന്നിരിക്കണം, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. വേഗം അദ്ദേഹം അമ്മയുടെ ഒപ്പം മകളുടെ ഒപ്പം ഓടി വന്നു. ആ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോഴാണ്, ബിംബം നോക്കിയപ്പോഴാണ് ഇത് ശിവൻ്റെ സാന്നിധ്യമായിട്ട് അവിടെ കണ്ടു. ഇത് തുലാമാസത്തിലാണ് ഉണ്ടായത്. ആ സമയത്ത് പുഴയിൽ വെള്ളം പകുതിയുള്ളൂ. അപ്പോൾ ആ പകുതിക്ക് വെച്ചിട്ടാണ് ഈ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അപ്പോൾ പുഴയിൽ വെള്ളം വന്നാൽ അത് അങ്ങനെ മൂടി നാശാവില്ലേ തോന്നി അദ്ദേഹത്തിന്. അദ്ദേഹം വേഗം ഒന്നും ചിന്തിച്ചില്ല, അവിടുന്ന് നേരെ 1 കിലോമീറ്റർ കിഴക്കോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് വരണ്ട് കുറ്റിക്കടവ് വെച്ചിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പുഴ ഒരു തിരിഞ്ഞ റോഡ് പട്ടാമ്പിക്ക്. അവിടെ എത്തിയിട്ട് അദ്ദേഹം ഒരു വടിയെടുത്തിട്ട് അവിടെ അടിച്ച് ആ പുഴയോട് വഴി മാറി പോകാൻ പറയണം. അങ്ങനെ അവിടുന്ന് പുഴേൻ്റെ വഴി മാറ്റിയതാണ്. ആ കുറ്റി അടിച്ചിട്ട് വരണ്ടിയിട്ട് ആ കുറ്റി കണ്ട് അടിക്കുക കാരണം ആ സ്ഥലത്തിന് വരണ്ട് കുറ്റിക്കടവ് എന്നുള്ള പേര് വന്നത്. അഗ്നിഹോത്രി കാവേരി നദിയിൽ ഒരു ചുഴി കണ്ടു. അപ്പൊ ആ ചുഴി ആർക്കും, അനവധി ആൾക്കാർ നോക്കി, ആർക്കും അത് ഇല്ലാതാക്കാൻ പറ്റിയില്ല. അപ്പൊ അഗ്നിഹോത്രി പോയിട്ട് പിന്നെ ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞിട്ട് അദ്ദേഹം ആ പുഴയിലേക്ക് എടുത്താണ് ചാടി. അങ്ങനെ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം അദ്ദേഹം പൊന്തി വന്നു. അതെങ്ങനെയാ വെച്ചാൽ 3 ശൂലം കൊണ്ട്, 1 സ്വർണ്ണശൂലം, 1 വെള്ളിശൂലം, 1 ചെമ്പ്. സ്വർണ്ണശൂലം അദ്ദേഹത്തിൻ്റെ തേവാരസ്ഥാനായ പടിഞ്ഞാറ്റിൽ സ്ഥാപിച്ചു. അത് പിന്നെ ആ സ്വർണ്ണശൂലം വിളക്കായിട്ട് പൊന്തി വന്നു എന്നാണ് ഐതിഹ്യം.
അതൊരു കല്ല് വിളക്കാണ്. ആ വിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് 2 തിരിയിട്ടിട്ട് കത്തിക്കും. അതാണ് ഭഗവതിയായിട്ട് നമ്മൾ സങ്കല്പിക്കണത്. പിന്നെ വെള്ളിശൂലം വെള്ളിയാങ്കല്ലിൻ്റെ അവിടെ, ചെമ്പ് കൊടിക്കുന്നത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ വെച്ചാൽ പടിഞ്ഞാറ്റിലത്തെ നല്ലെണ്ണ ഒഴിച്ചിട്ടേ പടിഞ്ഞാറ്റിൽ കത്തിക്കുള്ളൂ, വേറെ ഒരു എണ്ണ ഒഴിക്കില്ല. അത് പിന്നെ അതിൻ്റെ പ്രാധാന്യം വെള്ളിയാഴ്ച. പിന്നെ ഇവിടെ നടുമുറ്റത്ത് ഇവിടെ 3 ഭഗവതിമാരുണ്ട്. ആ 3 ഭഗവതിമാർ, ഒന്ന് ഈരാറ്റിങ്കിലാണ്, 2 എണ്ണം ഇവിടുത്തെ അഗ്നിഹോത്രിയുടെ, ഒന്ന് കൃഷ്ണകാളി, ഒന്ന് ഭദ്രകാളി, ദുർഗ ഒന്ന്. അങ്ങനെ 3 ഭഗവതിമാരാണ് ഇതിൻ്റെ മുകളിൽ. പിന്നെ ഇതിൻ്റെ പ്രാധാന്യം എന്താ വെച്ചാൽ ഈ തറയമ്പിൽ തെച്ചി ഒരു പ്രധാനമല്ല, നനയ്ക്കില്ല, ഒന്നുമില്ല, എന്നും പൂവുണ്ടാവും. ആ പൂവെടുത്തിട്ട് ഇവിടെ ഉള്ളവർക്ക്, ഇവിടുത്തെ മകളേരിക്കും ഒരു പാരമ്പര്യ മന്ത്രമുണ്ട്. ആ മന്ത്രം ചൊല്ലി ചാർത്തണം. അത് കുളിച്ച് വന്ന ഈറിനോട് കൂടിയിട്ടാണ് ചെയ്യുക. അത് ആ മന്ത്രം ഒരു പറഞ്ഞു തരുന്ന ആൾക്കും പിന്നെ ചെയ്യണ ആൾക്കും, മൂന്നാമതൊരാൾക്കത് കേൾക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയാ. ഇതൊരു ഇല്ലമല്ല അമ്പലമല്ല, അങ്ങനെയാണ് ഇതിന്റെ കൺസെപ്റ്റ്. കാരണം ഇല്ലത്തിന്റെ 4 ഉണ്ട്, നടുമിറ്റുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇല്ലത്തിന്റെ അളവല്ല പറയും. കാണിപ്പയ്യൂരമ്പൂരിയാണ് അതിന്റെ ആള്, ഇത് ചെയ്ത ആള്. പിന്നെ 1500 കൊല്ലം പഴക്കണ്ട് ഇതിന്. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ താമസിക്കാൻ പറ്റില്ല, തേവാരം കഴിഞ്ഞ് പോവണം. പിന്നെ ആവാം നമ്പൂതിരിമാർക്കൊക്കെ ഇവിടെ കിടക്കുകയൊക്കെ ചെയ്യാട്ടോ. മേഴത്തോൾ അഗ്നിഹോത്രിയുടെ ചരിത്രം വേമഞ്ചേരി മനയിൽ നമുക്ക് ആഴത്തിൽ അനുഭവപ്പെടും. അത് അദ്ദേഹത്തിന്റെ അറിവിന്റെയും അചഞ്ചലമായ ഭക്തിയുടെയും തെളിവാണ്. വാസ്തുവിദ്യയുടെയും തച്ചുശാസ്ത്രത്തിന്റെയും തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മന വൈദിക വൈഭവത്തിന്റെ മികച്ച ഉദാഹരണമാണ്. അഗ്നിഹോത്രപ്പുക കട്ടപിടിച്ച് ഇവിടുത്തെ പടിഞ്ഞാറ്റിയിൽ നിന്നാണ് കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന മഹത്തായ ശ്രൗതകർമ്മത്തിന്റെ തുടക്കം കുറിച്ചത്. ബുദ്ധ ജൈന കാലഘട്ടങ്ങൾക്ക് ശേഷം വേദധർമ്മം, യാഗങ്ങൾ, പൂജാദികൾ തുടങ്ങിയ വൈദിക പാരമ്പര്യങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് നഷ്ടപ്പെട്ട ഈ സംസ്കാരത്തെ പുനർജീവിപ്പിക്കാൻ മേഴത്തോൾ അഗ്നിഹോത്രി ഒരു യാത്ര തുടങ്ങി. വേദപാരമ്പര്യത്തിലും പ്രാചീന പാരമ്പര്യങ്ങളോടുള്ള അഗാധമായ ആരാധനയാൽ നയിക്കപ്പെട്ട അദ്ദേഹം പിന്നീട് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് 99 യാഗങ്ങൾ നടത്തി. അന്നു മുതൽ ഈ പ്രദേശം യജ്ഞേശ്വരം എന്ന് അറിയപ്പെടുന്നു. ഇത് അഗ്നിഹോത്രി 99 യാഗം ചെയ്ത യാഗഭൂമിയാണ്. 99 യാഗം ചെയ്ത യാഗഭൂമിയിലെ ഒരു ഹോമകുണ്ടത്തുനിന്ന് സ്വയംഭൂവായതാണ് ഇവിടുത്തെ ശിവഭഗവാൻ. അതേപോലെ ഒരു യാഗകുണ്ടത്തുനിന്ന് സ്വയംഭൂവായതാണ് ഈ ആല്. ഭഗവാനും ഈ ആലിനും ഒരേ ചൈതന്യമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കൂടാതെ ഈ ആലിന് 16 ക്രിയയും കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ യാഗങ്ങളുടെ തുടക്കം ഇവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ യാഗങ്ങളുടെ തുടക്കം ഇവിടെ ആയതുകൊണ്ടും 16 ക്രിയയും കഴിഞ്ഞ ആലും ആയതുകൊണ്ട് കേരളത്തിൽ എവിടെ യാഗം ചെയ്യുമെങ്കിലും ഈ ആലിന്റെ കൊമ്പ് കൊണ്ടുപോകണം എന്നാണ് ഐതിഹ്യം. ഇപ്പൊ അടുത്ത കാലം വരെയും ഇവിടെ വന്നതായിട്ട് നമുക്ക് അറിയാം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം തുടർച്ചയായിട്ടാണ് ഇത് ചെയ്തതെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പോ ആദാനം ചെയ്യുകയാണെങ്കിലും 2 ദിവസം എന്തായാലും വേണം. അതിന് ഇത്രയും ഋത്വിക്കുകളും അറേഞ്ച്മെന്റ്സ് എല്ലാം വേണം. അപ്പൊ ഞാനിത് എന്റെ ഈ പഠന സമയത്ത് ഞാനിത് ഗൈഡായിട്ടുള്ള കിട്ടത്തിന്റെ അടുത്ത് ചോദിച്ചപ്പോ എനിക്ക് കിട്ടിയ മറുപടി, ഇദ്ദേഹം ഈ ഒരു യാഗത്തിന്റെ ഫൈനൽ ക്രിയ എന്ന് പറയുന്ന അവബ്രത സ്നാനം അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം എന്താ ഒരു കാല് കഴുകുക അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ സാധാരണഗതിയിൽ ഒരു യാഗം ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരണം. ഉത്തരായനം, ദേവനക്ഷത്രം, വസന്തകാലം, അങ്ങനെ ഇതെല്ലാം കൂടി ശരിക്കും കൊല്ലത്തിൽ 2 തവണ പറ്റണം. രണ്ട് ചാൻസേ കിട്ടുള്ളൂ. ഒരു തവണ
എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിയാൽ രണ്ടാമത്തെ ഒരു ചാൻസ്. അതിൽ കൂടുതൽ ഒരു കൊല്ലത്തിലെ യാഗം തുടങ്ങാനുള്ള ഒരു മുഹൂർത്തം ഇല്ല. അപ്പൊ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഈ അവഭൃത സ്നാനം ഒഴിവാക്കിയിട്ട് അടുത്ത യാഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ നാളും പത്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ 99 യാഗം ചെയ്യാൻ അദ്ദേഹത്തിന് വേണമെങ്കിൽ 99 ദിവസം ഏതുമാതിരി അയാൾക്ക് കുറച്ചുകൂടി കൂടുതൽ ദിവസങ്ങളെ വേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ 34 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സ് എന്നുള്ള ആ കാലഘട്ടത്തിന്റെ ഉള്ളിൽ ഇത് പോസിബിൾ ആണ്. അപ്പൊ ഈ നമ്മുടെ അഗ്നിഹോത്രിയുടെ കാലഘട്ടത്തിലാണ് ഈ വലിയൊരു പ്രളയം കാവേരിയിൽ ഉണ്ടായി. അത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അന്ന് കാവേരിയിൽ ഒരു അണക്കെട്ടും ഇല്ല, അങ്ങനെ ആരും ചിന്തിച്ചിട്ട് പോലുമില്ല അണക്കെട്ടാം എന്നുള്ള കാര്യത്തിൽ. അപ്പൊ ഇതില് ആളുകളും മനുഷ്യരും മൃഗങ്ങളും അടുത്തുള്ള കെട്ടിടങ്ങളൊക്കെ ഈ ചുഴിയിൽ പെട്ടിട്ട് പ്രളയം ഒരു വലിയ ചുഴിയായി ആ ചുഴിയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇതൊന്ന് രക്ഷപ്പെടുത്താൻ അപ്പൊ ഈ പന്തിരികുലത്തിലെ ഒരു സഹോദരനായിട്ടുള്ള പാണനാര് അവിടെ ശ്രീരംഗം, അവിടെ അന്നത്തെ അവിടുത്തെ കരികാല ചോളൻ, അദ്ദേഹമാണ് അന്ന് ആ സമയത്തെ രാജാവ്, ചോള രാജാവ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഉപദേശം കൊടുത്തു. ഇങ്ങനെ കേരളത്തിലെ ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം യാഗമൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, ഭാരതപ്പുഴയുടെ ദേശത്തുള്ള ഒരു മഹാബ്രാഹ്മണൻ. അദ്ദേഹം വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റും. അപ്പൊ അന്ന് കമ്മ്യൂണിക്കേഷനൊക്കെ ഒന്നുമില്ലല്ലോ. ഒരു കാക്കയുടെ കാലില് ഒരു 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 കത്ത് ഇദ്ദേഹത്തിന് കൊടുത്തയച്ചു. ഈ കത്ത് അഗ്നിഹോത്രിക്ക് കിട്ടി. അപ്പൊ അദ്ദേഹം ഇവിടുന്ന് പോയത് ഈ ഭാരതപ്പുഴയിൽ മാത്രം ലഭ്യമായിട്ടുള്ള ഒരു പീപ്പിൾസ് ഉണ്ട്. നമ്മളുടെ ഈ സാളഗ്രാമം എന്നൊക്കെ പറയുന്ന പോലെ കോഴിപ്പരൽ എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിന്റെ പ്രയോഗം അഗ്നിഹോത്രിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഇത് ഈ യാഗത്തില് ഈ അതിരാത്രത്തിലൊക്കെ ഇഷ്ടിക പിടിക്കുമ്പോൾ അതിന്റെ ഇടയില് ഈ കോഴിപ്പരൽ വെക്കാം, ചില മന്ത്രങ്ങളൊക്കെ ചെല്ലിയിട്ട് അതിനുശേഷം ഈ ഇതിന്റെ മുകളിൽ അഗ്നിയുടെ പെർഫോമൻസ് ഒക്കെ കഴിയുമ്പോൾ ഇതിനെ അങ്ങ് വല്ലാണ്ട് കൂട്ടിപ്പിടിക്കും. അങ്ങനെ 100 കൊല്ലം മുമ്പ് നടത്തിയിട്ടുള്ള ഈ ശേനചിതി, അതിനാണ് ആ യാഗവേദിക്ക് പറയാം. അത് ഈ പാഞ്ഞാളിലൊക്കെ ഇപ്പോഴും ഇൻടാക്റ്റ് ആണ്. അപ്പൊ ഈ അന്ന് സിമെന്റ് ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തില് അഗ്നിഹോത്രി വളരെ ഹീസ് വെൽ അവെയർ അബൌട്ട് ദി പ്രോപ്പർട്ടി, ഈ കോഴിപ്പരലിന്റെ. അപ്പൊ അദ്ദേഹം ഒരു പക്ഷേ ഈ കാവേരി നദിയിലേക്ക് ഈ പ്രളയം അതിന് പരിഹാരം കാണാൻ പോകുമ്പോൾ അത്യാവശ്യത്തിന് കോഴിപ്പരൽ കരുതിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം അവിടെ ഈ ഒരു അണ കെട്ടിയത്. കല്ലണ എന്ന പേരില് ഇപ്പോഴും ആ അണക്കെട്ട് കാവേരിയില് ട്രിച്ചിക്കടുത്ത് ഇപ്പോൾ നമുക്ക് കാണാം. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാം കച്ചവടവൽക്കരിക്കപ്പെടുമ്പോഴും നമ്മുടെ ഭൂതകാലത്തെ ഓർമ്മിക്കുകയും നമ്മുടെ പഴയ രീതികളെ നിലനിർത്തുകയും ചെയ്യുന്നത് എത്ര പ്രധാനമാണെന്ന് ഈ മഹത് വ്യക്തി നമുക്ക് കാണിച്ചു തരുന്നു. ഭൂതകാലത്തിൽ നിന്ന് പഠിക്കാനും പാരമ്പര്യങ്ങൾ ശക്തിപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ വഴികളിലൂടെ സഞ്ചരിച്ച് ഈ സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ സ്മരണയെ ബഹുമാനിക്കുകയും വരും തലമുറകൾക്ക് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അമൂല്യമായ ആ സമ്പത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു.